വിളമ്പി വെച്ചിരിക്കാം. Good afternoon. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? Support management. Underlying metrics with patient satisfaction have to be measured on അല്ലേ പറഞ്ഞു നിർത്തിയത്? ആ ഭാഗമല്ലേ? 6 കംപ്ലീറ്റ് ആയിരുന്നോ? ശരി, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ ആ ഭാഗം? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 6 അളവുകളാണ് അല്ലെ, 6 അടിസ്ഥാന മെഷേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതില് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി പറഞ്ഞു, അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രദർശിപ്പിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കിൽസ് പറഞ്ഞു, അതുപോലെ കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന്റെ സുതാര്യത മുതലായ കാര്യങ്ങൾ പറഞ്ഞു. ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ അല്ലെ, അവരുടെ പരിചരണത്തിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഡോക്ടേഴ്സിനോട് അവിടേക്കുള്ള പ്രവേശനം, മെഡിക്കൽ പ്രൊഫഷണൽസിനോട് അവിടേക്കുള്ള പ്രവേശനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ കെയറിന്റെ എത്രത്തോളം അക്സസിബിൾ ആണ്, നമുക്ക് എത്ര നന്നായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം നമുക്കത് സ്വീകാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ 6 എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്ന 6 അടിസ്ഥാന അളവുകളാണ് പറഞ്ഞത്. Then a patient satisfaction survey can be conducted anytime during an electronic medical record or an electronic health record. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെ സഹായത്തിൽ EMR, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ EMR-ന്റെയും EHR-ന്റെയും ആ ഒരു ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നമുക്ക് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെ സഹായത്താലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ സഹായത്താലും നമുക്ക് എന്ത് ചെയ്യാം, ഏത് സമയം വേണമെങ്കിലും നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം. It can be completed by way of mobile. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ സർവേകളൊക്കെ നിങ്ങൾ മൊബൈലിൽ വരാറില്ലേ? വരാറുണ്ടോ? സർവേകൾ മൊബൈലിൽ വരാറില്ലേ? ചെയ്യാറുണ്ടോ? അത്
അങ്ങനെ നമുക്ക് മൊബൈലിന്റെ സഹായത്തോടു കൂടി ചെയ്യാം. ഫിസിക്കൽ കോപ്പി നമുക്ക് അല്ലാതെ കോപ്പി എടുത്താണെങ്കിലും ഫിസിക്കൽ ആയിട്ട് നമുക്ക് കോപ്പി എടുത്ത് നമുക്ക് ചെയ്യാം. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി ചെയ്യാം. അല്ലെങ്കിൽ POS ഡിവൈസുകൾ, അത് പോയിന്റ് ഓഫ് സ്കെയിൽ, അതായത് ആപ്പുകളിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ലിങ്കുകളിലൂടെയോ ഇതുമായി എനേബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഡിവൈസുകളുടെ സഹായത്തോടു കൂടിയോ ചെയ്യാം. ആ കമ്പ്യൂട്ടേഴ്സ് വെയിറ്റിംഗ് റൂം, ആ ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് റൂമിലെ കമ്പ്യൂട്ടേഴ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതൊരു മാർഗത്തിലൂടെയും നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ സഹായത്തോടു കൂടി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിന് മൊബൈലിന്റെ സഹായത്തോടു കൂടി ചെയ്യാം, ഫിസിക്കൽ കോപ്പി അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം, വെബ്സൈറ്റുകളിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ POS ഡിവൈസുകൾ ഇതുമായി ലിങ്ക്ഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് സ്കെയിൽ ആപ്പുകളോ ഇന്റർനെറ്റോ ഇതുമായി എനേബിൾ ആയിട്ടുള്ള ഡിവൈസുകളോ ലിങ്കുകളോ മുതലായവയുമായി ബന്ധപ്പെട്ടും വെയിറ്റിംഗ് റൂമിലെ കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ടും മറ്റേതൊരു മാർഗം ഉപയോഗിച്ചും നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പൂർത്തിയാക്കാവുന്നതാണ്. ദെൻ അതിന്റെ രണ്ടിനെയും EMR-നെയും EHR-നെയും എക്സ്പാൻഡഡ് ഫോം നോക്കണോട്ടോ അവിടെ. ദെൻ അടുത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അതിന്റെ ഫോർമാറ്റ്. നോക്കിയേ, ഡിയർ പേഷ്യന്റ്, we are interested to know what you think about our service. For dear patient, അപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഡിയർ പേഷ്യന്റ്, we are interested to know what you think about our service. ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണ് എന്തറിയാൻ വേണ്ടി, ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ വളരെ താല്പര്യവാന്മാരാണ്. Your performance by completing this brief 5-minute survey in connection with your visit. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, അതായത് ഈ ഒരു ബ്രീഫ് 5-minute സർവേ in connection with your visit, നമ്മുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ബ്രീഫ് ആയിട്ടുള്ള ആ ഒരു 5-minute സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കുക. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് us. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തന്നതിൽ വളരെ നന്ദിയുണ്ട്. Then date of your appointment, നമ്മൾ എന്നാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്, പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്, എന്നാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത് ആ ഡേറ്റ് ചെയ്യുക. അതുപോലെ താഴെ തന്നിരിക്കുന്ന ഓരോന്നിലും നമ്മുടെ റെസ്പോൺസ് ഏതിലെയാണോ കൊടുക്കുന്നത് അത് സർക്കിൾ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് കാണാലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? മിസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അതില് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ നമ്മളോട് ചോദിക്കാം. അപ്പൊ ആദ്യത്തേത്, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്? നിങ്ങൾ ഈ താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സംതൃപ്തനാണ്, അതാണ് ആദ്യത്തെ ബോക്സിൽ പറയുന്നത്. വെരി സാറ്റിസ്ഫൈഡ്, വെരി ഡിസാറ്റിസ്ഫൈഡ്, അതായത് വളരെ അസംതൃപ്തിയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ 2 പോയിന്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തമാണ്, ഓക്കെ, എങ്കിൽ 3 പോയിന്റ്. വെരി സാറ്റിസ്ഫൈഡ്, വളരെ തൃപ്തിയുള്ളതാണെങ്കിൽ 4 പോയിന്റ്. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്, വളരെ അധികം തൃപ്തി ഉണ്ടെങ്കിൽ 5. അപ്പൊ ഇതാണ് ആ ഒരു സർവേ നടത്തുന്നതിന്റെ ആ ഒരു മെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഇതില് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ പറയുന്ന താഴെ പറയുന്ന ഓരോന്നിലും നമ്മൾ എത്രത്തോളം സംതൃപ്തരാണെന്നാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അത് ക്ലിയർ ആയല്ലോ? ഇനി അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുകയാണ്. നോക്കിക്കേ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്സ്, ദാറ്റ് ഈസ് ഫിസിക്കൽ എക്സാം, വെൽ വിസിറ്റ്, റൊട്ടീൻ ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ് മുതലായവ. അതായത് ഈ പറയുന്ന റൊട്ടീൻ ചെക്കപ്പുകൾ ആയിരിക്കാം, ഫിസിക്കൽ എക്സാമിനേഷൻസ് ആയിരിക്കാം, വിസിറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ടോ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമുക്ക് അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എളുപ്പം ലഭിച്ചു. എളുപ്പത്തിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റിയോ, എളുപ്പത്തിൽ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് കഴിഞ്ഞോ, എളുപ്പത്തിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ, എളുപ്പത്തിൽ ഫോളോ അപ്പുകൾ നമ്മുടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ളതുമായി അപ്പോയിന്റ്മെന്റ് ചെക്കപ്പ് മുതലായവയുമായി ബന്ധപ്പെട്ടൊക്കെ ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് എളുപ്പത്തിൽ നമുക്കത് സാധിച്ചോ അല്ലെങ്കിൽ ലഭിച്ചോ എന്നാണ് നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എത്ര കൊടുത്താൽ മതി? 3 സർക്കിൾ ചെയ്യാം. വെരി ഡിസാറ്റിസ്ഫൈഡ് ആണ്, അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ 2 കൊടുക്കാം. ഇനി വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 കൊടുക്കാം. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 സർക്കിൾ ചെയ്യാം. ക്ലിയർ അല്ലേ? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then second question, the comfort of the reception area. റിസപ്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു?
റിസപ്ഷൻ ഏരിയ നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ അവർ ബിഹേവ് ചെയ്തോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് അവർ നിങ്ങളെ നിലനിർത്തുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിലും ഇതുപോലെ തന്നെ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, ദെൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതും ചൂസ് ചെയ്യാം. ദെൻ അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡോക്ടറുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പറ്റിയോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എളുപ്പത്തിൽ ഡോക്ടറെ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മൾ 2 മാർക്ക് കൊടുത്താൽ മതി. പറ്റിയിട്ടുണ്ട്, വളരെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 മാർക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ അടുത്തത് ദ കംഫർട്ട് ഓഫ് ദ എക്സാമിനിങ് റൂം. നമ്മളെ പരിശോധിക്കുന്ന ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കംഫർട്ട് എത്രത്തോളം ഉണ്ട്, നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ആ ഒരു പരിശോധനാ മുറിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതിന് ഇതുപോലെ തന്നെ നമുക്ക് ഏത് മാർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ കൊടുക്കാവുന്നതാണ്. അടുത്തത് ഹൗ വാസ് ദ ക്ലീൻലിനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വൃത്തി എത്രത്തോളം ഉണ്ട്, നല്ല വൃത്തിയുണ്ടെന്നാണ് തോന്നാണ്, നല്ല വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് 5 മാർക്ക് കൊടുക്കാം. അല്ല വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 മാർക്ക് കൊടുത്താലും മതി. ദെൻ വെയിറ്റിംഗ് ടൈം ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. ഒരുപാട് സമയം അവരുടെ ഓഫീസിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, വെയിറ്റ് ചെയ്യുന്ന വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് അവിടെയും മാർക്ക് കൊടുക്കാം. ദെൻ ദ കേഴ്സി ഓഫ് ദ സ്റ്റാഫ്. അതായത് കേഴ്സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരുടെ മര്യാദ. സ്റ്റാഫുകൾ എത്രത്തോളം മര്യാദയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ പെരുമാറിയത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ ഓരോ സ്റ്റാഫുകളും നല്ലതായിരുന്നോ, അവരുടെ പെരുമാറ്റത്തില് നമ്മളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നോ, മര്യാദാപൂർവമായിട്ടുള്ള പെരുമാറ്റമായിരുന്നോ, അത്തരം കാര്യങ്ങൾ അവിടെ എക്സ്പീരിയൻസിനനുസരിച്ച് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ഓരോ ട്രീറ്റ്മെന്റുകൾക്കൊണ്ടേയും ചിലവ്, അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ചിലവ് അല്ലെങ്കിൽ കോസ്റ്റ് എത്രത്തോളമായി, അതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം എന്താണ്. സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ നമ്മൾ പ്രതീക്ഷിച്ച പൈസയിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഓവർ പൈസയൊന്നും കോസ്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് കൊടുക്കുക, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് കൊടുക്കുക. അതേസമയം എന്താണ് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. ദെൻ അടുത്തത് ഹൗ വാസ് അവർ ഡയഗ്നോസിസ് സർവീസ്. നമ്മുടെ രോഗനിർണയ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ദ ക്വാളിറ്റി ഓഫ് ദ കെയർ യു ഹാവ് റിസീവ്ഡ്. നമുക്ക് കിട്ടിയിട്ടുള്ള കെയർ, പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അതും നമുക്ക് വിലയിരുത്താവുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ്. നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള, അതായത് ഹോസ്പിറ്റലിന്റെ സർവീസിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതും നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻസിന്റെയും കൃത്യമായ ആൻസേഴ്സ് ആര് കൊടുക്കണം, ആരാ കൊടുക്കുന്നത്, പേഷ്യന്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. പേഷ്യൻസിനോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം കൃത്യമായി ആ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് അവര് വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുകയും ആ ആൻസർ സർക്കിൾ ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ അത്? അതിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഏതൊക്കെ ഉൾപ്പെടാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മോഡൽ ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതിയേ. അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇതിൽ നിന്ന് ചോദിക്കില്ല. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ഒരു ക്ലിയർ ആയില്ലേ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ, ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ, കിട്ടിയോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് വൺ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഇല്ലേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നത് പേഷ്യൻസിന് ബെനിഫിറ്റ്, പ്രയോജനം അതിലൂടെ കിട്ടുന്നുണ്ട്, ശരിയല്ലേ? എന്താ പേഷ്യൻസിന് കിട്ടുന്ന പ്രയോജനം? പേഷ്യൻസിനും ഹോസ്പിറ്റലും ഒരുപോലെ പ്രയോജനമുണ്ട് ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുന്നതിലൂടെ. പേഷ്യൻസിന് എന്താ പ്രയോജനം കിട്ടുന്നത്? നമ്മൾ എന്താണ് ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്? പേഷ്യൻസിന് എന്താ പ്രയോജനം കിട്ടുന്നത്? സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയാല് എന്ത് പ്രയോജനമാണ് കിട്ടുന്നേ? എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇല്ലേ? എന്ത് പ്രയോജനമാണ്? അവർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ട്.
ഇനി വേറെ എന്താണ് സർവേ നടത്തുന്നതിലൂടെ പിന്നീട് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് മിസ് ചോദിച്ചത്. അവർക്ക് ഈ ഒരു സർവേ നടത്തുന്നതിലൂടെ പേഷ്യൻസിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ലേ? ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവരുടെ ക്വാളിറ്റി ഓഫ് കെയറിൽ എവിടേക്കാണോ ആ ഒരു ഹോസ്പിറ്റലിലെ പിഴവുകൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുറവുകൾ എവിടെയുള്ളതാണോ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും അതുപോലെയുള്ള മറ്റെല്ലാ സർവീസുകളും നല്ല ക്വാളിറ്റിയിൽ കിട്ടാൻ അത് റിസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ കിട്ടാനായിട്ട് അത് പ്രയോജനകരമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലും ഇതുപോലെ തന്നെ അവരുടെ ന്യൂനതകൾ എവിടെയാണെന്ന് കണ്ടെത്താനും അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ് നടത്താനും നല്ല രീതിയിൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇതിലൂടെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ ആൻ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ ഹൗ ദ പേഷ്യന്റ് ഫീൽ അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രാക്ടീസ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രാക്ടീസിന്റെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലെ ഓരോ രീതികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും പേഷ്യൻസിന് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെ, അനുഭവത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അളവാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് പേഷ്യൻസിന് ഓരോ കാര്യങ്ങളിലും പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then contented patients എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസ് ആണ് മോർ പ്രോബബിൾ ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു അതേഴ്സ്. ഇല്ലേ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഈ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാറില്ലേ? ആൻഡ് ദേ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്. അതുപോലെ തന്നെ അവര് കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യുന്നതും വളരെ കുറവുമായിരിക്കും. ശരിയല്ലേ? Then earning and maintaining high patient satisfaction scores benefits medical organization and the patient in a lot of ways. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ എയിം ചെയ്യുക, അത് നേടിയെടുക്കുക, കൃത്യമായിട്ട് നല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് ബെനിഫിറ്റ് മെഡിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് ദ പേഷ്യന്റ് എ ലോട്ട് ഓഫ് വേസ്. പല വഴികളിലൂടെയും ആ ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ പേഷ്യൻസിനും അത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. ഓരോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എടുക്കുമ്പോഴും നല്ല ഉയർന്ന സ്കോർ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉയർന്ന സ്കോർ കിട്ടണമെങ്കിൽ പേഷ്യൻസ് എങ്ങനെയായിരിക്കണം? എക്സ്ട്രീംലി അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ? അപ്പോഴല്ലേ നമുക്ക് ഉയർന്ന സ്കോർ കിട്ടുക. ആണോ? അതെ അല്ലെ? കുറഞ്ഞ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും ഡിസാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ് കുറഞ്ഞ സ്കോർ കിട്ടുക അല്ലെ? അപ്പൊ നല്ല സ്കോർ കിട്ടണമെങ്കിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ് ആ ഒരു നല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ കിട്ടുക. സോ അങ്ങനെ നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിലൂടെ അത് മെഡിക്കൽ ഓർഗനൈസേഷനും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പേഷ്യൻസിനും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മൾ ശരിക്കും സ്കെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്? പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എങ്ങനെയാണ് പേഷ്യന്റ് അതിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവർക്ക് അനുഭവപ്പെടുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിനെ അവർ സജസ്റ്റ് ചെയ്യും. കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യുന്നതും വളരെ കുറവുള്ള സാധ്യത വളരെ കുറവുമായിരിക്കും. അതുപോലെ തന്നെ ഇത് മെഡിക്കൽ ഓർഗനൈസേഷനും പേഷ്യൻസിനും ഒരുപോലെ പ്രയോജനകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇനി നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യൻസിന്റെ വിശ്വസ്തതയും നിലനിർത്തുന്നത് അല്ലെങ്കിൽ അവരെ റിട്ടൻഷൻ ചെയ്ത് അല്ലെങ്കിൽ അവരെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. നോക്കിയേ, പേഷ്യൻസ് ഹാവ് more choices in connection with their health care than ever before. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ശരിയല്ലേ? ഒരു പേഷ്യന്റിന് ഒരുപാട് ചോയ്സ് ഇല്ലേ? നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ, നമ്മുടെ ഭാഗത്ത് ഒരു 3-4 ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോയ്സസ് എടുക്കാൻ പറ്റില്ലേ? ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും നമുക്ക് പോവാം അല്ലെ? നമുക്ക് ഒരൊറ്റ ചോയ്സ് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. ഇന്ന സ്ഥാപനത്തിലേക്ക് പോകാൻ പാടൊന്നൊന്നുമില്ല അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. സോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യന്റ്. അവരെപ്പോഴും വളരെ
ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് നോട്ട് ഓൺലി മീൻസ് ദാറ്റ് they will schedule their necessary checkup, follow up on other required appointment, but they are more probable to keep them. അതുപോലെ തന്നെ ഇപ്പൊ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ വിശ്വസ്തരായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിനോട്, അല്ലെ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടാവോ? ഇല്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഒരു ഹോസ്പിറ്റലെങ്കിൽ ആ ഹോസ്പിറ്റലിനോട് നമ്മൾ വിശ്വസ്തതയുണ്ട് നമുക്ക്, അല്ലെ? അതുകൊണ്ടാണോ നമ്മൾ സംതൃപ്തരാകുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസ്തരുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ എന്ത് കാര്യത്തിലും, അതായത് നമുക്ക് വേണ്ടി വരുന്ന ചെക്കപ്പുകളാവാം, ഫോളോ അപ്പുകളാവാം, മറ്റ് ആവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളാവാം മുതലായവയൊക്കെ നമ്മള് എന്ത് ചെയ്യും? ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യും, അല്ലേ? ചെയ്യൂലേ? but they are more probable to keep them. അതുപോലെ തന്നെ അത് അവർ പിന്നീട് ഭാവിയിലേക്ക് തുടരുകയും ചെയ്യും. തുടരുമോ? ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടമായ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുക, അല്ലെ? അപ്പൊ നമ്മൾ വേറൊരു സെക്കൻഡ് ചോയ്സിലേക്ക് പോവോ? സെക്കൻഡ് ചോയ്സിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം വരുമോ? ഇല്ല, അല്ലെ? എപ്പോഴും നല്ല ഒരുപാട് ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരിൽ നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ സംതൃപ്തരായത് കൊണ്ട് തന്നെ അവർ പിന്നീടുള്ള എന്തൊരു കാര്യത്തിനും, അവരുടെ അപ്പോയിന്റ്മെന്റുകളായിക്കോട്ടെ, ചെക്കപ്പുകളായിക്കോട്ടെ, ഫോളോ അപ്പുകളായിക്കോട്ടെ മുതലായ എന്ത് കാര്യത്തിനും അവര് പിന്നീട് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ചൂസ് ചെയ്യുക, അത് തുടരുകയും ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ഫോർ ഹോസ്പിറ്റൽ. ഒന്ന് അനലൈൻ ചെയ്തിട്ടേ, അത് ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്? ആരാണ്? സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആണ്. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ അംബാസിഡേഴ്സ്? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഗ്രാൻഡ് അംബാസിഡേഴ്സ് കണ്ടിട്ടുണ്ടോ? പരസ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഓരോന്നിന്റെയും പരസ്യങ്ങളിലുള്ള അംബാസിഡേഴ്സിനെ കണ്ടിട്ടില്ലേ? മഞ്ജു വാര്യര്, മോഹൻലാല് പോലെയുള്ള ആക്ടേഴ്സിനെയും ആക്ട്രസിനെയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി പുറം ലോകത്തേക്ക് അറിയിക്കാനും അവരുടെ സർവീസുകളെ കുറിച്ച് സംസാരിക്കാനും ആര് തന്നെയാണുള്ളത്? ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും നല്ല കാര്യങ്ങൾ പറയാം, ശരിയല്ലേ? അതേസമയം നമുക്ക് ദേഷ്യമാണെന്നെങ്കിൽ മോശം കാര്യങ്ങളായിരിക്കും പറയാം, അല്ലെ? അത് ആ ഹോസ്പിറ്റൽ പ്രയോജനം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അതേസമയം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവര് ആ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണെന്ന് പറയുന്നത്. Okay, then they tell their friends and family about good experience and bad ones with their friends and family. ഇവർ എപ്പോഴും അവർക്ക് കിട്ടിയ നല്ല എക്സ്പീരിയൻസ്, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്, നമ്മൾ മറ്റുള്ളവരോടും അതേ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ തന്നെയായിരിക്കും ഷെയർ ചെയ്യുക, അല്ലെ? ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലോ അത് തന്നെയായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് പറയാം, ശരിയല്ലേ? അപ്പൊ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ ആ ഒരു ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, അവരുടെ ആ ഒരു വിശ്വസ്തതയും അവരെ നിലനിർത്താനും ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ പല ചോയ്സുകളുണ്ട്. പക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഈ ഒരു ചോയ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവര് പിന്നെയും ഇതേ ഹോസ്പിറ്റലിലേക്ക്, കാരണം അവർ വിശ്വസ്തരാണ്, അവരിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവര് പിന്നീടുള്ള എന്തൊരു ചെക്കപ്പ്, ഫോളോ അപ്പുകളോ മറ്റ് അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങൾക്കൊക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തുടരുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അവരെന്ത് ചെയ്യും? അവരുടെ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ അവരുടെ നല്ല എക്സ്പീരിയൻസുകളും ബാഡ് എക്സ്പീരിയൻസുകളും അവർ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആണെങ്കിൽ അവർ നല്ല കാര്യങ്ങളായിരിക്കും പേഷ്യൻസിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാം. അതുകൊണ്ട് അവര് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണോ? പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ ക്ലിയർ ആണോ? അത് ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഒരു ലാഭം അല്ലെങ്കിൽ വർദ്ധിച്ച ലാഭം എടുക്കാനായിട്ട് ഹോസ്പിറ്റലിനെ സഹായിക്കുന്നില്ലേ ഇത്? അല്ലെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ? ഉണ്ടോ? ഹോസ്പിറ്റലിൽ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലേ? നോക്കിയേ,
contented patient, that is satisfied patients eventually lead to increased profit for hospital in many ways. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലെ ലാഭം ഉണ്ടാക്കാൻ പല വഴികളിലൂടെയും ഹോസ്പിറ്റലിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് അവര് സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ്, contented patients show up for their appointment. It means that hospital don't lose money on the hours during the day. അപ്പൊ അവിടെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് സ്ഥിരമായിട്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും എടുക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹോസ്പിറ്റലിൽ ഡോണ്ട് ലൂസ് മണി, അവർക്ക് ഒരിക്കലും പണം നഷ്ടമാവുന്നില്ല, മറിച്ച് എല്ലാ ദിവസവും അവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇല്ലേ? ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവുക, അല്ലേ? സ്ഥിരമായിട്ട് ഓൾറെഡി ഉള്ള പേഷ്യൻസ് ആണെങ്കിലും അവിടേക്ക് തന്നെ അപ്പോയിന്റ്മെന്റുകളായിട്ട് വരുന്നു. നമ്മൾ പറഞ്ഞറിയുന്ന ആളുകള് പുതിയ പേഷ്യൻസും വരികയാണ്. അപ്പൊ അവിടെ ആ ഒരു പ്രോഫിറ്റ് എപ്പോഴും അവർക്ക് അവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ടോ? ഒരു അല്ലെങ്കിൽ ഒരു ഡേ ടൈമിലാണെങ്കിൽ പോലും പേഷ്യൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് വരുമോ? അതുവഴി അവരുടെ പണം നഷ്ടമാവുന്ന ഒരവസ്ഥ വരുന്നുണ്ടോ? ഒരിക്കലും വരുന്നില്ല, അല്ലെ? എപ്പോഴും അപ്പോയിന്റ്മെന്റ്സും ഷെഡ്യൂളുകളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആ ഹോസ്പിറ്റൽ എൻഗേജ്ഡ് ആയിട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് എൻഗേജ്ഡ് ആയിട്ട് നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. സെക്കൻഡ്, they also provide grant reviews and patient satisfaction survey results that lead to new patient acquisition and improved insurance reimbursement. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിവ്യൂസ്, നല്ല രീതിയിൽ ഇപ്പൊ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർ നല്ല രീതിയിലുള്ള റിവ്യൂസ് ആയിരിക്കും പുറത്തേക്ക് വിടുക, അല്ലെ? അതുപോലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ റിസൾട്ടുകൾ വഴിയും നമുക്ക് പുതിയതായിട്ടുള്ള പേഷ്യൻസിനെ ഇവിടേക്ക് ലഭിക്കാനും, അതുപോലെ ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റിയംബേഴ്സ്മെന്റ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തിരിച്ചടവുകളും കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കിട്ടാനും, കാരണം കൂടുതൽ പേഷ്യൻസ് എൻഗേജ്ഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അത്തരം ഇൻഷുറൻസ് തുകകളൊക്കെ പെട്ടെന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ ആ ഒരു ലാഭവും കൂടി കിട്ടാനും ഒക്കെ ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരിലൂടെ ആ ഹോസ്പിറ്റലിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവര് സ്ഥിരമായിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോസ്പിറ്റലായിരിക്കും കൊണ്ടുവരിക. അതിലൂടെ തന്നെ അവർ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും അവലോകനങ്ങളും പുറമേക്ക് വരുന്നത് കൊണ്ട് തന്നെ, അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ നല്ല റിസൾട്ടുകളിലും കൂടി പുതിയ പേഷ്യൻസിനെ കിട്ടും. ഓൾറെഡി ഉള്ള പേഷ്യൻസിനെ നമുക്ക് അവിടെ നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒറ്റ സമയത്ത് പോലും പേഷ്യൻസ് ഇല്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ പൈസ നഷ്ടമാവുന്ന അല്ലെങ്കിൽ ലാഭം കുറയുന്ന ഒരു അവസ്ഥയോ ഹോസ്പിറ്റലിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടാ. ആ ഒരു ഹെഡിങ്സ് പഠിക്കാം, അതിന്റെ ഉള്ളിലുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടാ. ദെൻ മൂന്നാമത്തേതാണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. സ്റ്റാഫ് മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനക്കാരുടെ മനോവീര്യം. അപ്പൊ അത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Generating a patient-focused culture doesn't have to come at the cost of employee satisfaction. അപ്പൊ അവിടെ ഒരു പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു കൾച്ചർ കൊണ്ടുവരിക, ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ does not have to come at the cost of employees-ന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് വലിയ പറയാൻ പറ്റില്ല. In fact, taking steps to involve the motivate your staff is a crucial part of delivering outstanding patient care. അല്ലെ? നല്ലൊരു മികച്ച പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരെയെ മോട്ടിവേറ്റ് ചെയ്യണ്ടേ? സ്റ്റാഫുകളെ, അല്ലെ? സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രചോദനം നൽകുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെയുള്ള സ്റ്റാഫുകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. സ്റ്റാഫുകളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദനങ്ങൾ നൽകുക, അതിലൂടെ നല്ല ഔട്ട്സ്റ്റാൻഡിങ് നല്ല മികച്ച രീതിയിലുള്ള പേഷ്യന്റ് കെയർ അവർക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. സോ ഹെൽത്ത് കെയർ സെറ്റിംഗ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ശരിയല്ലേ? Training and strengthening the employees make them able to perform their job to the best of their ability and make them feel valued and increases staff retention. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ശക്തി കൊടുക്കുക, അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നൽകുക. ഇതിലൂടെയൊക്കെ എംപ്ലോയീസിന് അവരുടെ ജോലി അവരുടെ ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റി, അവരുടെ മികച്ച കഴിവുകളുടെ ബെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ അതിനനുസരിച്ച് അവർക്കൊരു വാല്യൂ, ഒരു മൂല്യമുണ്ട് എന്ന് അവരെ തോന്നിപ്പിക്കാനോ ആ സ്റ്റാഫുകളെ അവിടെ നിലനിർത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. സോ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻഡീവ് സർവീസ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസ് സ്റ്റാഫ് ആണെങ്കിൽ അവർക്കറിയാം ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻഡീവ് സർവീസ്, എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്ന ഓരോ സർവീസും ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമുക്കറിയാൻ പറ്റും. പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ് കൊടുക്കണ്ടേ, ദാറ്റ് ഹെൽപ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. അപ്പൊ അങ്ങനെ അവര് നല്ല രീതിയിൽ നമ്മൾ നിലനിർത്തുമ്പോഴാണ് അവർ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നത്. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകൾ നമുക്ക് മികച്ചതാക്കി കൊണ്ടുവരാനായിട്ട് സഹായകമാകുന്നത്. സോ അപ്പൊ എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറയിൽ എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. അപ്പൊ അവിടെ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിലൂടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല. മറിച്ച് എന്ത് വേണം, ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് നല്ല രീതിയിലുള്ള പ്രചോദനങ്ങൾ നൽകുകയും അതിലൂടെ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും അതൊരു ഹൈ സ്ട്രെസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, നല്ല സമ്മർദ്ദം ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ്. സോ അത്തരം സിറ്റുവേഷനിൽ നല്ല രീതിയിൽ അവർക്ക് നല്ല അവരുടെ കഴിവുകൾക്ക് അനുസരിച്ച് അവർക്ക് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളും സ്ട്രെങ്തനിങ് കാര്യങ്ങളും ഒക്കെ അവർക്ക് നൽകുകയും അവരെ വാല്യുബിൾ ആയിട്ടുള്ള അവരെ വളരെ മൂല്യമുള്ളതായി കാണുകയും അവരുടെ അവരെ നിലനിർത്താനുള്ള പരിശ്രമങ്ങളും നടത്തുക. സോ ഇതിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ സർവീസുകളും എങ്ങനെ ഓരോ പേഷ്യന്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അവർ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സർവീസുകൾ കൊടുക്കുകയും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സഹായകമാണ്. ക്ലിയർ ആണോ? ആ മൂന്നെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കേ. Patient loyalty and retention, increased profitability, enhanced staff morale. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ ആ ഭാഗം? ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നോക്കിയേ, ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ
to make better the patient experience can also increase staff and provider productivity in the organization. ഇവിടെ നമുക്കൊരു ഹയർ പ്രൊഡക്ടിവിറ്റി, നല്ലൊരു ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ, ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ, സ്റ്റാഫുകളുടെ ആണെങ്കിലും പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഞാൻ ഓൾസോ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങള്, സോഫ്റ്റ്വെയർ മുതലായ കാര്യങ്ങളിൽ പരിശീലനങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ആ ഒരു നിക്ഷേപം നൽകുക. സോ അതിലൂടെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനും ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിൽ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുക. ഫോർ എക്സാമ്പിൾ, if hospital executes secure online appointment scheduling and patient messaging, staff may spend as much as 50% less time on the phone with patients. ഇപ്പൊ നമുക്കറിയാം മിക്ക ഹോസ്പിറ്റലുകളും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലേ? ചെയ്യാറുണ്ടോ നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ? ചെയ്യാറുണ്ടോ? അപ്പൊ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്, അല്ലെ? അപ്പൊ അവിടെ ഹോസ്പിറ്റൽ ഇത്തരത്തില് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതിലൂടെ പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മെസ്സേജുകൾ പോവാൻ തുടങ്ങി. അതിലൂടെയൊക്കെ സ്റ്റാഫുകളുടെ ആ ഒരു ജോലി കുറവായില്ലേ? കുറവായോ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഫോണുകളിലൂടെ ബന്ധപ്പെടുന്നതിന്റെ ആ ഒരു ജോലി 50% പകുതിയോളം തന്നെ അവരുടെ ആ ഒരു ജോലി കുറവ് വന്നിട്ടുണ്ട്. സോ കോൺസിക്വന്റ്ലി സ്റ്റാഫ് കാൻ പെർഫോം എക്സ്ട്രാ. അപ്പൊ ആ ഒരു സമയം അവർക്ക് മറ്റു പല ടാസ്കുകളും ചുമതലകളും ചെയ്യാലോ, അല്ലെ? ഈ ഒരു ഓൺലൈൻ സംവിധാനം ഡോക്ടേഴ്സിന്റെ ലീവ് അറിയാൻ പറ്റും, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അന്നത്തെ ദിവസം പ്രസന്റ് ആയിരിക്കുന്നത്, ഏത് സമയത്താണ്, അല്ലെ? എത്രാമത്തെ നമ്പറാണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെ? അങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ടൈം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ വളരെ, അതിപ്പോ ഇന്ന് വേണ്ട, നമുക്ക് നാളെ വേണ്ട, ഈ അപ്പോയിന്റ്മെന്റ് വേണ്ട എന്നാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, അല്ലെ? അതുപോലെ റിമൈൻഡേഴ്സ് ഓട്ടോമാറ്റിക്കലി പേഷ്യൻസിന്റെ മെസ്സേജുകളായിട്ട് വരാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വന്നതോടുകൂടി, ഇത്തരം സോഫ്റ്റ്വെയർസ് വന്നതോടുകൂടി അതിൽ സ്റ്റാഫുകൾക്കുള്ള പരിശീലനങ്ങൾ കൊടുത്തതിലൂടെയുള്ള ബെനിഫിറ്റുകളാണ്. സോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സ്റ്റാഫുകൾ അത്രയും ജോലികൾ അവരുടെ കുറയാണ്, അല്ലെ? ഒരു 50% അവരുടെ ജോലികൾ കുറയുന്നു. അതിലൂടെ ആ സ്റ്റാഫുകൾക്ക് മറ്റു പല ജോലികൾ ചെയ്യാനുള്ള സമയവും കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിലൂടെ ആ ഒരു ഓഫീസ് ഓഫീസ് അപ്പൊ ഒരു നല്ല വ്യവസ്ഥയിലുള്ള, നല്ല വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓഫീസായിട്ട് അതിന് പ്രവർത്തിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് സമയം കിട്ടുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാനും അതിനുള്ള സമയവും കിട്ടുന്നുണ്ട്. Then next നോക്കിയേ, besides, when a hospital lessen the patient's no-show and late cancellation, hospital have less time in scheduling and can minimize the patient time and related delay. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽസില് പേഷ്യൻസ് ഇല്ലാതെ വരികയോ ലേറ്റ് ക്യാൻസലേഷൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. അവിടെ സ്റ്റാഫുകൾ ഇരിക്കേണ്ടതായിട്ടോ ഒന്നും വരുന്നില്ല. ഹോസ്പിറ്റൽ ഹാവ് ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ് ആൻഡ് ക്യാൻ മിനിമൈസ് ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിംഗ്, അല്ലെ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവര് വരുന്നതിന്റെ ആ ഒരു പേഷ്യന്റ് ടൈം നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ലേ? കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സമയം അവർക്ക് സെലക്ട് ചെയ്യാം, അല്ലെ? നമുക്ക് സൗകര്യപ്രദമായ സമയങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്തെ ആ ഒരു അപ്പോയിന്റ്മെന്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം അവൈലബിൾ ആയിട്ട് കിട്ടില്ല, അടുത്ത സമയമായിരിക്കും കാണിക്കുക, അല്ലെ? അപ്പൊ അതിലെ പേഷ്യൻസിന് അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങൾ കിട്ടാം. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ റിലേറ്റഡ് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. ലേറ്റ് ക്യാൻസലേഷൻസോ കാര്യങ്ങളോ ഒക്കെ മാക്സിമം വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് എളുപ്പത്തിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള റിമൈൻഡേഴ്സും കാര്യങ്ങളും പോകുന്നുണ്ട്. അതുപോലെ പേഷ്യൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും വരുന്നില്ല. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഹൈ പ്രൊഡക്ടിവിറ്റി മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് റെപ്യൂട്ടേഷൻ. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി. Satisfied patient can improve your reputation
ഇൻ മെനി വേസ് അല്ലെ. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി പല രീതിയിൽ അവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് HCHPS കോഴ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ കൺസ്യൂമർ എന്താണ് അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റം. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ കൺസ്യൂമേഴ്സിന്റെ അസസ്മെന്റ് ആണ്. അപ്പൊ നോക്കിയേ, ആ പബ്ലിക് സ്പെസിഫിക്കലി സോ പീപ്പിൾ ക്യാൻ ലേൺ about the physician, they can consult and make an informed choice about their health care. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മള് പ്രത്യേകിച്ച് ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഇപ്പൊ അത് വരാറ്. ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ അവിടെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ഇല്ലേ, ഫിസിഷ്യൻസ്, അവരെ ഈ പറയുന്ന ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൺസ്യൂമേഴ്സ് പേഷ്യൻസ് ആണല്ലോ, അവരെ വിലയിരുത്തുന്ന ഒരു സ്കോറാണിത്. അപ്പൊ അതിലൂടെ നമുക്ക് സ്കോർ പബ്ലിക്, നമുക്ക് പൊതുജനങ്ങൾക്ക് പബ്ലിക് കാണാൻ പറ്റും. സ്പെസിഫിക്കലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻ, ഒരു ഡോക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ദേ ക്യാൻ കൺസൾട്ട് ആൻഡ് മേക്ക് ആൻ ഇൻഫോംഡ് ചോയ്സ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ. അതുപോലെ നല്ല സ്കോർ കിട്ടിയ പേഷ്യൻ ഡോക്ടറാണ്, ഫിസിഷ്യൻ ആണെങ്കിൽ നമുക്കറിയാം ബെസ്റ്റ് ഡോക്ടർ ആയിരിക്കും അല്ലെ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ഹൈ സ്കോർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം നല്ല സ്കോർ ആയിരിക്കും കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് കൊടുക്കുക. സോ അത്തരം സ്കോറുകള് പബ്ലിക് ആയിരിക്കും, പൊതുജനങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സ്കോറിനനുസരിച്ച് അതിൽ ഏത് ഡോക്ടർ അല്ലെങ്കിൽ ഏത് ഫിസിഷ്യൻ ആണ് നല്ല കെയർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ആ ഡോക്ടേഴ്സിനെ കാണാനും കൺസൾട്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട അഡ്വൈസുകളും കാര്യങ്ങളും ഒക്കെ ഇൻഫർമേഷൻസും ഒക്കെ ആരായാനും സാധിക്കും. ദെൻ സെക്കൻഡ്, രണ്ടാമത്തെ ഒരു കാര്യം, പോസിറ്റീവ് സ്കോർ മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻ. അതുപോലെ അവിടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ ഒരു പോസിറ്റീവ് സ്കോർ ആണ് കിട്ടുന്നതെങ്കിൽ അതിലൂടെ ഒരുപാട് ആ ഓർഗനൈസേഷന് ഒരുപാട് പേഷ്യൻസിനെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യാനും പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ആ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ? അപ്പൊ നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ പോവും അല്ലെ. ഡോക്ടേഴ്സിനെ കൂടി നമ്മൾ നോക്കിയിട്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. നല്ല ഡോക്ടറാണോ, ആള് നല്ല കാര്യക്ഷമതയുള്ള ഡോക്ടറാണോ, നല്ല രീതിയിൽ നമ്മുടെ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അപ്പൊ നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ അത് അവർക്ക് സ്കോറുകൾ മികച്ചതായിരിക്കും. സോ അത്തരം സ്കോറിലൂടെ നമുക്ക് പേഷ്യൻസിന് ഓരോ ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് ഓർഗനൈസേഷൻ എന്താ ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരുപാട് പേഷ്യൻസിനെ ഇത് കണ്ട് ആകർഷിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും പറ്റും. Then additionally, hospital can utilize automated messages to ask patient for feedback after their appointment. അതുപോലെ തന്നെ ആ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ പേഷ്യൻസിന് കിട്ടും. അപ്പൊ അതിലൂടെ അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, അപ്പോയിന്റ്മെന്റുകൾക്ക് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ വരിക. Some program involve follow-up questions with easy to follow links to ask attended patient to leave reviews on hospital Google business profile or other platform. അതുപോലെ തന്നെ ചില പ്രോഗ്രാം ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈസി ടു ഫോളോ ആയിട്ടുള്ള ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോടൊന്ന് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിലോ റിവ്യൂ ഇടാൻ പറയാറുണ്ട്. ദെൻ ഫൈനലി നിങ്ങളോട് ചോദിക്കാറില്ലേ, മിക്ക ആപ്പുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നോക്കാറില്ലേ, റിവ്യൂ ഇടാറില്ലേ, നമ്മള് ചെയ്യാറില്ലേ, എത്ര സ്റ്റാർ കൊടുക്കുന്നു ചോദിക്കാറില്ലേ? അതുപോലെ നമുക്ക് ഇവിടെയും ലിങ്കുകൾ വരും, അതിലൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അതുവഴി എന്ത് ചെയ്യാം, ആ സ്കോറുകൾ കൊടുക്കാം കേട്ടോ. അതാണ്. ആൻഡ് ഫൈനലി ഹാപ്പി പേഷ്യന്റ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അല്ലെ. ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. വെൻ ഇറ്റ് കംസ് ടു റെഫറൽ, വേർഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. എപ്പോഴും ഒരു റെഫറലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ സജസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്ത് പബ്ലിസിറ്റി ആണ് നല്ലത് നമ്മൾ പറയാറുണ്ട്? മൗത്ത് പബ്ലിസിറ്റി, ശരിയല്ലേ? അതാണ് ഇവിടെ വേർഡ് ഓഫ് മൗത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്, ഒരു ഹോസ്പിറ്റലിന് കിട്ടുന്ന ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ വായിലൂടെ, അതായത് നമ്മൾ വാമൊഴിയായിട്ട് നമ്മൾ പറയാൻ കൊണ്ടിട്ടുണ്ട് അല്ലെ, നല്ല ഹോസ്പിറ്റലാണ്, നിങ്ങൾ പോയി നോക്കുക. അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നതാണ്, ശരിയല്ലേ? അത് പക്ഷെ നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കണ്ടാലോ ഒന്നും, അല്ലെങ്കിൽ മറ്റൊരു അഡ്വർടൈസ്മെന്റിലൂടെ ആ ഒരു വിശ്വാസം നമുക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കാരണം ഒരാൾക്ക് ഒരു വിശ്വാസം ഉണ്ടായാലും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റൊരാൾക്കാരോട് അല്ലേ.
ഷെയർ ചെയ്യുന്നത്. നമ്മൾ വാമൊഴിയായിട്ട് അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആകുമ്പോൾ അവിടെ ട്രസ്റ്റ് ഉണ്ട്, ഒരു വിശ്വാസം അവിടെ ഓൾറെഡി ഉണ്ട്. അതേസമയം ഒരു അഡ്വർടൈസ്മെന്റ് വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടുപോകുന്ന വരുന്ന പേഷ്യൻസിന് അത്രയധികം ഒരു വിശ്വാസം ചിലപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടാവില്ല. അപ്പൊ അവിടെ ആ ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മാമൊഴിയായിട്ട് അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ആ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിലൂടെയൊക്കെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് ഒരു മികച്ച ചികിത്സാപരമായിട്ടുള്ള ഒരു ഫലം കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. നോക്കിയേ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് അനുസരണയുള്ള എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ അവിടെ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എപ്പോഴും ഒരു ഹോസ്പിറ്റലിനോട് വളരെ അനുസരണയുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ആളുകളായിരിക്കും. വിച്ച് മീൻസ് ദേ ആർ മോർ പ്രോബബിൾ ടു ഗെറ്റ് ബെറ്റർ ഓർ എഫക്റ്റീവ്ലി മാനേജ് ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻ. അതായത് അവരുടെ വളരെ ക്രോണിക് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരെയും വളരെ കാര്യക്ഷമമായിട്ട് ഈ ഹോസ്പിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ബെറ്റർ ആവാനോ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഹോസ്പിറ്റലിനോട് അനുസരണയുള്ളവരാവുന്നത് പറയുന്നത്. അവരുടെ പല ഹെൽത്ത് റിലേറ്റഡ് വളരെ വളരെ പ്രശ്നങ്ങളുള്ള പല ഹെൽത്ത് ഇഷ്യൂസും ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവും. സോ കോൺസിക്വന്റ്ലി ദേ ഫീൽ ബെറ്റർ ആൻഡ് ലൈക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ മേക്ക് എ ഡിഫറൻസ് ടു ദെയർ വെൽബീങ്. അല്ലെ? അത്തരം സന്ദർഭങ്ങളിലൂടെ അപ്പൊ ആ ഹോസ്പിറ്റലിൽ പറയുന്ന എന്ത് കാര്യവും അത് ചെയ്യാനായിട്ട് ആ ഒരു പേഷ്യന്റ് തയ്യാറാവില്ലേ? തയ്യാറാവോ? നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു. ആദ്യം ഡോക്ടർ നമ്മളോട് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ നിർദ്ദേശങ്ങൾ തന്നു. നമ്മൾ അത് പാലിച്ചപ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് കുറെ നാളുകളായിട്ടുണ്ടായിരുന്ന പല രോഗങ്ങൾക്കും നമുക്ക് കുറവ് വരുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ അവരോട് അനുസരണയുള്ളവരായോ? ആവില്ലേ? പിന്നെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അത് അനുസരിക്കും, അല്ലേ? കാരണം എന്തുകൊണ്ടാ? ദേ ഫീൽ ബെറ്റർ. അവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കെയർ ആണെങ്കിലും അതിലൂടെയൊക്കെ അവർക്ക് നല്ലൊരു ക്ഷേമവും അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ അവർക്ക് മികച്ചതാക്കി കൊണ്ടുവരാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. സോ ദിസ് ഓൾസോ ലീഡ് ടു ദം ടു റിമെയിൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ. ഇത്തരം കാര്യങ്ങളിലൂടെയും ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു വിശ്വസ്തനായിട്ട് ഇവരെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഷോപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ് ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്. ഇതിലൂടെയൊക്കെ അവരുടെ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ അവർ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിലൂടെ അവരുടെ ആ ഒരു ലോയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തത അവരവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോ നല്ലൊരു മികച്ച ക്ലിനിക്കൽ ഔട്ട്കം പേഷ്യൻസിന് കിട്ടാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതിലൂടെ നല്ല അവരൊരു അനുസരണയുള്ളവരായി മാറുകയും അവരുടെ പല ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസിനെയും മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ബെറ്റർ ആക്കി എടുക്കാനോ ഇതിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫീൽ ബെറ്റർ ആൻഡ് ലൈക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ കെയർ ആയിക്കോട്ടെ ഇതിലൂടെയൊക്കെ അവരുടെ ക്ഷേമവും അതുപോലെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ വളരെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ആ പേഷ്യൻസിന് വളരെ ലോയൽ ആയിട്ട് അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി നിലനിർത്താനും അതിനനുസരിച്ച് അവർ ആ ഒരു വിശ്വസ്തത അവരുടെ ഭക്തരായിട്ടുള്ള എന്തൊരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും കൊടുത്ത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹൈ പ്രൊഡക്ടിവിറ്റി, അതുപോലെ റെപ്യൂട്ടേഷൻ, ദെൻ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ്. അത് മൂന്നൊന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
കഴിഞ്ഞോ? ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, ശരി ശരി. നെക്സ്റ്റ് വൺ, വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. കേട്ടോ, അടുത്ത ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ. വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വഴികൾ. അപ്പൊ നോക്കിയേ, ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്ഡ്? നമുക്ക് എങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്താൻ പറ്റും? Highly effective strategies for enhancing patient satisfaction score spins around creating an environment in which patients have a positive overall experience with all members of their medical team. അവിടെ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വളരെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ല സ്കോർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യമാണ് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ്. നല്ലൊരു മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്. അതായത് പേഷ്യൻസിന് ആ മെഡിക്കൽ ടീമിലെ ഓരോ മെമ്പേഴ്സിൽ നിന്നും, ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീമിലെ ഓരോ മെമ്പേഴ്സിൽ നിന്നും നല്ലൊരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് കിട്ടേണ്ടത്. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഓരോ മെമ്പേഴ്സിൽ നിന്നും നമുക്ക് നല്ലൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ അതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇനി താഴെ പറയുന്ന ഓരോന്നും 8 creative ways to increase patient satisfaction. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 8 ക്രിയാത്മകമായിട്ടുള്ള വഴികളാണ് താഴെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിലെ ഫസ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ചെയ്ത് എല്ലാവരും ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് എൻഷുവർ ടൈംലി ഫോളോ അപ്പ്. വളരെ സമയബന്ധിതമായിട്ട് തന്നെ ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക. വളരെ സമയബന്ധിതമായി ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക. രണ്ടാമത്തത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. അപ്പൊ പ്രൊവൈഡേഴ്സ് എന്താണ്, കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തത് മെയിൻറ്റെയിൻ ട്രാൻസ്പാരൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസുമായി ബന്ധപ്പെട്ട ആ ഒരു കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ഒരു സുതാര്യത നിലനിർത്തുക. ദെൻ നാലാമത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. വളരെ കുറച്ച് സമയം മാത്രം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ മുൻഗണന നൽകുക. Then start to implement procedure to educate patient about treatment plans. അവർക്ക് ഓരോ പേഷ്യൻസിനും നൽകുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. Then utilize feedback from patient to analyze patient satisfaction metrics. അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്നും ഫീഡ്ബാക്കുകൾ ഉപയോഗിക്കുകയും അതിനനുസരിച്ച് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുകയും ചെയ്യുക. Then implement technological support system for greater facility efficiency. ഓരോ ഫെസിലിറ്റിയുടെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ സപ്പോർട്ട് സംവിധാനങ്ങൾ നടപ്പിലാക്കുക. Then improve the facility environment and culture. ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സൗകര്യം കൊടുക്കുന്ന സ്ഥാപനത്തിലെ അന്തരീക്ഷവും അവിടുത്തെ കൾച്ചറും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക. ഈ 8 ക്രിയേറ്റീവ് വേസ് ആണ് കേട്ടോ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 8 ക്രിയേറ്റീവ് വേസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് എൻഷുവർ ടൈംലി ഫോളോ അപ്പ്. വളരെ സമയബന്ധിതമായിട്ട് ഫോളോ അപ്പുകൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ആശയവിനിമയത്തിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ഒരു സുതാര്യത നിലനിർത്തുക. നാലാമത്തത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈം. ഒരുപാട് വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊന്നും വെക്കാതെ വളരെ ഷോർട്ട് ടൈം വെയിറ്റിംഗ് ടൈം ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന്
മുൻഗണന നൽകുക. അതുപോലെ തന്നെ strive to implement procedure to educate patient about treatment plans. പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. അതുപോലെ പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ ഉപയോഗിക്കുകയും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ് അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ടെന്ന് വിശകലനം ചെയ്യുകയും ചെയ്യുക. അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ നല്ല ഫെസിലിറ്റി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ സപ്പോർട്ട് സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ലാസ്റ്റ് വൺ പറഞ്ഞത് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ആ ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്ന അന്തരീക്ഷവും അവിടുത്തെ സംസ്കാരവും മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മികച്ചതാക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ച് കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ, ശരി. നമ്മള് എന്തൊക്കെ വഴിയിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം അതിനുള്ള വഴികളാണ് കേട്ടോ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ലൊരു ബന്ധം വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഫിയർ അല്ലെ, നമുക്ക് പല കാര്യങ്ങളിലും ഭയമുണ്ട്, ശരിയല്ലേ? നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു രോഗത്തെ കുറിച്ച് ഞാൻ തുറന്നു പറഞ്ഞാൽ എനിക്കത് ഇനി വേറെ വലിയ രീതിയിലുള്ള രോഗമായി മാറുമോ അല്ലെങ്കിൽ വലിയൊരു രോഗമായിരിക്കുമോ, നമുക്ക് പല കാര്യങ്ങളും ഭയമുള്ളത് കൊണ്ട് തുറന്നു പറയാൻ നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരോടായിക്കോട്ടെ നമ്മുടെ ഡോക്ടേഴ്സിനോടായിക്കോട്ടെ നമ്മൾ തുറന്നു പറയാനായിട്ട് നമുക്കൊരു ഭയം എന്ന് പറയുന്ന കാര്യമുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും നമ്മൾ തുറന്നു പറയാറില്ല. പറയാറുണ്ടോ? ഇല്ല അല്ലെ? കൂടുതലും നമ്മൾ അതിന് സ്വയം പരിചരണം നൽകലാണ് ചെയ്യാറ്, ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയാറുണ്ടോ? ഇല്ല. ചിലതിലൊക്കെ നമുക്കൊരു പേടിയുണ്ട് അല്ലെ, ഞാൻ തുറന്നു പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെ, അങ്ങനെയുള്ളൊരു ഫിയർ അല്ലെങ്കിൽ ഭയം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാറില്ല. സോ അങ്ങനെ നമുക്ക് തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതിന് കിട്ടുകയുള്ളൂ. സോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാക്ടീഷണേഴ്സ് അതായത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം, കുറച്ച് സമയം ഈ പേഷ്യൻസിനോട് കൂടെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് മിനിറ്റ് ഇവരുമായിട്ട് ഇടപഴകൽ നടത്തുകയും അതിലൂടെ അവർക്ക് എന്തൊക്കെ ഒരു വിശ്വാസം അവരിൽ നിന്നും അവരുടെ ഒരു വിശ്വാസം നേടുക. നമുക്ക് എപ്പോഴും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വാസമുള്ള ആളുകളോടല്ലേ നമ്മൾ പറയുള്ളൂ അല്ലെ? നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളോടല്ലേ നമ്മൾ എല്ലാ കാര്യവും തുറന്നു പറയാം. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് ആണ്, അവരെന്ത് ചെയ്യുക, അവർ കുറച്ചു നേരം ഇവരോട് എൻഗേജ്ഡ് ആവുക അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇടപെടലുകൾ നടത്തുക. അതിലൂടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവരുമായിട്ട് നല്ലൊരു ബന്ധം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇവരിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അപ്പൊ ഒരു ഭയം ഉണ്ടോ? ഭയം വരുമോ പിന്നെ തുറന്നു പറയാനായിട്ട്? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ഭയം പോയി ഇല്ലേ? കാരണം ഇവരുമായിട്ട് കുറച്ചു നേരമായിട്ട് ഇവർ ഇടപെടൽ നടത്തി ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഭയം കുറയ്ക്കുകയും അവരുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുക, അവർക്ക് നല്ല ശക്തി കൊടുത്ത് ധൈര്യം കൊടുത്ത് അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങൾ കളക്ട് ചെയ്യുക. അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഹെൽത്തിന്റെ ആ ഒരു ഉടമസ്ഥാവകാശം നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കിയേക്കാം എന്നൊരു വിശ്വാസം എന്നതിൽ വരുത്തുകയാണ് ചെയ്യേണ്ടത്. സോ അത്തരം കാര്യം അതാണ് ഒന്നാമത്തെ ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ബന്ധം പേഷ്യന്റുമായിട്ട് ആര് സൃഷ്ടിക്കണം?
ആര് സൃഷ്ടിക്കണം? മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് സൃഷ്ടിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം അവരോട് ഇടപെടൽ നടത്തുകയും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക. അതിലൂടെ അവരുടെ ഭയങ്ങൾ കുറച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അത്തരത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുകയാണ് ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരെ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.